ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും കിച്ചണിൽ പെരുമാറുന്ന ആൾക്കാരാണ് അല്ലെ? സോ മെയിൻ ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡ്സിന് വളരെയധികം ഡാമേജ് വരാറുണ്ട്. വിച്ച് മീൻസ് എസ്പെഷ്യലി സ്കിൻ, ഹാൻഡ്സിന്റെ സ്കിൻ വന്നിട്ട് ഭയങ്കര ഒരു റഫ് ആവും. കൈയും എല്ലാം നമുക്ക് റഫായിട്ട് തോന്നാറുണ്ട് അല്ലെ? സോ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഷ് വാഷിലൊക്കെ ഉള്ള കെമിക്കൽസ് ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താ പറയാ നഖം, നമ്മുടെ നെയിൽസിന് തന്നെ കുറെ ഡാമേജ് വരും. പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിൽ അതിന്റെ ആ തിക്നെസ് കുറഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ കയ്യിലും കുറെ റിങ്കിൾസ് വരും. സോ ഞാൻ വിചാരിച്ചു, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ അമ്മയ്ക്കും ചെയ്തു കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മ പറഞ്ഞു. So ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഈസി മെത്തേഡാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ആൻഡ് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഹാൻഡ്സിൽ മാത്രമല്ല, നിങ്ങൾക്ക് ലെഗിലും ചെയ്യാൻ വേണമെങ്കിൽ ഓവറോൾ ബോഡിക്കും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സീരിയസ് ആയിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, സോ ആദ്യം വേണ്ടത് ഒരു മോയ്സ്ചറൈസർ ആണ് ആൻഡ് ഓൾസോ വാസ്ലിൻ. നല്ലൊരു പെട്രോളിയം ജെല്ലി വാസ്ലിൻ ഇല്ലേ, അതെടുക്കാം. ഇവിടെ മോയ്സ്ചറൈസർ ആയിട്ട് എടുത്തിട്ടിരിക്കുന്നത് ഹിമാലയയുടെ മോയ്സ്ചറൈസർ ആണ്. വിന്റർ ഡിഫൻസ് മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ സ്കിൻ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് അല്ലെങ്കിൽ കൺസേൺസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. പ്ലസ് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ല അലോവേര ജെൽ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ശ്രീ തത്വ അലോവേര ജെല്ലാണ്. ഇത് പ്യുവർ വൈറ്റ് കളറാണ്, മറ്റേ ഗ്രീൻ കളർ മിക്സ്ഡ് അല്ല. കുറച്ച് അലോവേര ജെൽ എടുത്ത് കയ്യിൽ ഇതുപോലെ കൊടുക്കും. അത് കഴിഞ്ഞ് ഈ മോയ്സ്ചറൈസറിൽ നിന്നും ഒരു അത്യാവശ്യം എമൗണ്ട്, ഇപ്പൊ ഞാൻ ഒരു കയ്യിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, അതിന് അത്രയും ആവശ്യമുള്ള എമൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ബിക്കോസ് രണ്ടും നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. അലോവേര ജെൽ ആയാലും നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് ആൻഡ് കൂളിംഗ് എഫക്റ്റും തരും. എസ്പെഷ്യലി ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് എഫക്റ്റും തരും. ഓക്കെ, സോ ഇതിങ്ങനെ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് എൻറ്റയർ ബോഡിക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ എൻറ്റയർ ബോഡിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യും. സോ എല്ലാവർക്കും ആ ഒരു സ്റ്റിക്കിനെസ് ഇഷ്ടമാണെന്നില്ല. അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഹാൻഡ്സിന് വേണ്ടിയിട്ട് പറയുന്നത്. സോ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഈ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡിഷ് വാഷ് ഒക്കെ കഴുകിയിട്ട് മെയിൻ ആയിട്ട് ഡാമേജ് ഡയറക്റ്റ് വരെ നമ്മുടെ ഹാൻഡ്സിനാണ്. സോ ഹാൻഡ്സിനെ പറ്റുന്ന തരത്തിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെ ആദ്യം എല്ലാ വിരലിലും ഇങ്ങനെ നല്ല നീളത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല നീളത്തിലാക്കിയിട്ട് ഇങ്ങനെ ക്രീം ഫുള്ളി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് മൊത്തം ഹാൻഡ്സിലും കൂടി ബ്ലെൻഡ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ട്. കാരണം ആ മസാജിങ്ങിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. ബിക്കോസ് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു ഉള്ളിലേക്ക്, സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് അത് ഇറങ്ങും. പിന്നെ ഇങ്ങനെ ജസ്റ്റ് തം ഫിംഗറിന്റെ ഒരു സപ്പോർട്ട് പിടിച്ചിട്ട് റൗണ്ട് ആയിട്ട് സർക്കുലർ മോഷനിൽ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം ക്രീം എക്സസ് ആയിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ അത് മാറ്റി കൊടുക്കണ്ട അല്ലെങ്കിൽ കളയണ്ട. ബിക്കോസ് നമ്മൾ നല്ലോണം മസാജ് ചെയ്ത് കൊടുത്താൽ അത് സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് തന്നെ ഇറങ്ങിപ്പോവും. സോ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ എത്ര എമൗണ്ട് ക്രീം എടുക്കണമെന്ന്. സോ അതിനനുസരിച്ച് എടുത്തിട്ട്, ഇനിയിപ്പോ എക്സസ് ആയാലും അതാണ് ഞാൻ പറഞ്ഞത്, എക്സസ് ആയത് റിമൂവ് ചെയ്യാൻ നിൽക്കണ്ട. നല്ല പോലെ മസാജ് ചെയ്ത് തന്നെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ആവട്ടെ, നല്ല പോലെ അബ്സോർബ് ആയിക്കോളും. ഇപ്പൊ ഞാൻ നല്ല പോലെ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ കണ്ടോ, ഇപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഈ കൈയും നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഈ ഹാൻഡ്സ്. ഇനിയാണ് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത്. വാസ്ലിൻ ആണ് കുറച്ചുകൂടെ നമ്മുടെ ഹാൻഡ്സിന്, ഞാൻ പറഞ്ഞല്ലോ മുന്നേ പറഞ്ഞ പോലെ, ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുക. കാരണം അതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് നല്ല അധികം തിക്കറാണ്. പിന്നെ ഒരു ഓയിലി പോലെ നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര എഫക്റ്റ് തരുന്ന അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സാധനം കൂടിയാണ് വാസ്ലിൻ പെട്രോളിയം ജെല്ലി. സോ എപ്പോഴും മെയിൻ ആയിട്ട് നമുക്ക് കാലത്തെ നേരത്തൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഓരോ വർക്കിലായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. സോ ബെറ്റർ ചെയ്യാൻ പറ്റിയ സമയം രാത്രി, ജസ്റ്റ് ഉറങ്ങുന്നതിന് മുന്നേ ഇതിന് ഇത്തിരി നേരം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിനു വേണ്ടി നിങ്ങൾ സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കണമെന്നില്ല. ഇൻ കേസ് ഇഫ് യു ആർ വാച്ചിങ് ഫോണിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. സോ യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ പുട്ടിങ് സം എക്സ്ട്രാ ടൈം ഫോർ ദിസ് പെർട്ടിക്കുലർ തിങ്. ഓക്കെ,
ഇതുപോലെ ഈ റിങ്കിൾസ് ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അപ്പീസ് ഏരിയയില് ജസ്റ്റ് ഒന്നൊരിത്തിരി മാത്രം ടാബ് ചെയ്ത് കൊടുക്കും. എക്സസ് എമൗണ്ട് വേണ്ട, ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യണ കാരണം കുറച്ച് എമൗണ്ട് മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അത്യാവശ്യം ഒരു എമൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അഗെയിൻ സർക്കുലർ മോഷനിൽ വീണ്ടും മസാജ് ചെയ്യുക, നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കയ്യിലേക്ക് നല്ല പോലെ അബ്സോർബ് ആയി പൊക്കോളും. കണ്ടോ, ഇതുപോലെ അത്യാവശ്യം നല്ലതുപോലെ സർക്കുലർ മോഷനിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഇതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ ഈ 2 ഹാൻഡ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ കൈ ഇംപ്രൂവ് ആയി എന്നുള്ളത്. ഈ റിങ്കിൾസ് ഒക്കെ പതുക്കെ പതുക്കെ പോവും. കറക്റ്റ് ആയിട്ടുള്ള മസാജും കാര്യങ്ങളും കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ റിങ്കിൾസ് പോവും. ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കോമന്റിൽ നിങ്ങളുടെ റിസൾട്ട്സ് ഷെയർ ചെയ്യുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു റിസൾട്ട്, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. So hope you all like this video and please do try this method and let me know your results. And also suggestions പറയാ, എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇനി വേണ്ടത്, അങ്ങനെ കുറച്ച് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയും കോമന്റ്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.